ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടി മരിച്ചിരിക്കുന്നു. ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞുവെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിരുന്നില്ല. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. ശസ്ത്രക്രിയ വിജയകരമായിരുന്നു, പക്ഷേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ ഡോക്ടർമാർ ആ രീതിയിൽ വലിയ പ്രതീക്ഷ ഇല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും കാത്തിരിപ്പുകളും വിഫലമാക്കി. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയനുസരിച്ച് കുട്ടിയുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. അമ്മയുടെ മർദ്ദനമേറ്റാണ് കുട്ടിക്ക് പരിക്ക് പറ്റിയത്. വീട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന നിലയിലാണ് പിതാവ് കുട്ടിയുമായി ആശുപത്രിയിലെത്തിയതെങ്കിലും ആശുപത്രി അധികൃതർക്ക് കുട്ടിയെ പരിശോധിച്ചതിൽ സംശയം തോന്നി. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയുടെ അമ്മ തന്നെയാണ് കുട്ടിയെ പരിക്കേൽപ്പിച്ചത് എന്ന് മനസ്സിലായത്. തലയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷതമേറ്റിരുന്നു. തടി കൊണ്ട് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ ശരീരത്ത് പല ഭാഗങ്ങളിലും ആ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ച പാടുകളും ശരീരത്തിലുണ്ടായിരുന്നു. അതിക്രൂരമായ മർദ്ദനത്തിനായിരുന്നു കുട്ടി ഇരയായത്. SS ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, എല്ലാ പ്രാർത്ഥനകളും കാത്തിരിപ്പും വിഫലമായിരിക്കുന്നു. കുട്ടിയുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ആശുപത്രിയിൽ നിന്നും നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും സംസ്ഥാനത്തെമ്പാടുമുള്ള പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതായത് അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതായത് 2 ദിവസം മുമ്പാണ് രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം വിദഗ്ധമായ ചികിത്സ നൽകുകയും ചെയ്തു. ശസ്ത്രക്രിയ അടക്കം നടത്തിയെങ്കിലും ഡോക്ടർമാർ പ്രധാനമായും വ്യക്തമാക്കിയിരുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിൽച്ചിരിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള കാര്യവും ഇന്നലെ മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിരുന്നു. സർക്കാർ തന്നെ ചെലവെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സർക്കാർ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇന്നലെ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയ ശേഷമാണ് ഇക്കാര്യം ഇന്നലെ അറിയിച്ചിരുന്നത്. അതിനുശേഷം ആശാവഹമായ ഒരു വാർത്തയും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ വളരെ ആളുകളെ കണ്ണീരണിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തൊടുപുഴയിൽ 7 വയസ്സുള്ള കുഞ്ഞിനും ഇത്തരത്തിലൊരു അതിക്രമം നേരിടേണ്ടി വന്നിരുന്നു. അത് അമ്മയുടെ സുഹൃത്തായിരുന്നെങ്കിൽ ഇത് അമ്മ തന്നെയാണ് ഈ കുഞ്ഞിന് നേരെ ഇത്ര വലിയ അതിക്രമം നടത്തിയത്. അടുക്കളയിൽ നിന്നും ചില സാധനങ്ങൾ തലയ്ക്ക് അടിച്ചു എന്നുള്ള രീതിയിലാണ് പോലീസ് നേരത്തെ വാർത്ത പുറത്തുവിട്ടിരുന്നത്, വിവരം നൽകിയിരുന്നത്. അത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ആ കുഞ്ഞിന് ഏൽക്കേണ്ടി വന്നിരുന്നു. നമുക്കറിയാം, വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ഒരു ആഘാതമാണ് ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നത്. ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നിരുന്നത്. ദേഹം മൊത്തം തന്നെ ദേഹമാസകലം ഇത്തരത്തിൽ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു, പൊള്ളലേൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമ്മ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വ്യക്തമാക്കിയത് അടുക്കളയിൽ നിന്നും വീണാണ് പരിക്കേറ്റെന്നുള്ള കാര്യമാണ്. എന്നാൽ അത് പിന്നീട് പോലീസ് അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലൂടെയാണ് പോലീസിന് ഇക്കാര്യം എല്ലാം തന്നെ ലഭിച്ചത്. അവർ തന്നെ കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ നേരത്തെ നടന്നിരുന്നു. കുഞ്ഞ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വളരെ നിരാശ ഉയർത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. 2 ദിവസമായി രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. SS ശരനാണ് വിവരങ്ങൾ നൽകുന്നത്. ആലുവയിൽ മർദ്ദനമേറ്റ കുഞ്ഞിന്റെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞുവെങ്കിലും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിരുന്നില്ല. തലച്ചോറിൽ പലയിടങ്ങളിലും രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. ശരൺ തുടരുന്നുണ്ട്. ശരൺ, അമ്മയ്ക്കെതിരെ വധശ്രമത്തിനുള്ള കുറ്റം ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇനി അത് കൊലക്കുറ്റമായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. തീർച്ചയായിട്ടും അമ്മയ്ക്കെതിരെ വധശ്രമത്തിനാണ് നേരത്തെ കേസെടുത്തിരുന്നത്. ഒപ്പം തന്നെ ശിശു സംരക്ഷണ നിയമപ്രകാരവും കേസെടുത്തിരുന്നു. ഇനി കൊലക്കുറ്റം ചുമത്തുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. അതായത്
കുട്ടിയുടെ മരണത്തോടുകൂടി തന്നെ അവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുമെന്നുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം 2 ദിവസം മുമ്പാണ് രാജഗിരി ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്നത്. വിദഗ്ധമായ ചികിത്സ, അതായത് കുട്ടിയെ അവിടെ എത്തിക്കുമ്പോൾ തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായി തന്നെ നിലച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ്. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പലയിടങ്ങളിലും ശസ്ത്രക്രിയ നടത്തുകയും ഒപ്പം തന്നെ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തം കട്ടപിടിച്ചിരുന്നത് മാറ്റാൻ സാധിച്ചെങ്കിൽ പോലും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതായി കാണാൻ സാധിച്ചില്ല എന്ന് മെഡിക്കൽ സംഘം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ആ ഒരു കാര്യം കൂടി, അതായത് കുട്ടി മരിച്ചു എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഇന്നലെ ആണ് അമ്മയെ കസ്റ്റഡിയിലെടുത്തതും വിശദമായി ചോദ്യം ചെയ്തതും അവരിൽ നിന്ന് വിവരം ലഭിച്ചതും. അവർ തന്നെയാണ് ഈ കുട്ടിയെ 3 വയസ്സുള്ള കുട്ടിയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്നുള്ള കാര്യവും അവർ തന്നെയാണ് പോലീസിനോട് സമ്മതിച്ചത്. അതിനുശേഷം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അവരെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വസതിയിൽ ഹാജരാക്കി അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത, കുട്ടി മരിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അക്കാര്യം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും നേരത്തെ വധശ്രമത്തിനാണ് കേസെടുത്തിരുന്നതെങ്കിൽ ഇനി കൊലപാതക കുറ്റം കൂടി ചുമത്തുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും ഇവരെ നാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ നാളെയാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം അന്വേഷണം ഊർജിതമായി കൊണ്ടുപോകാനാകും പോലീസിന്റെ ശ്രമം ഉണ്ടാവുക. എല്ലാത്തിനുമപ്പുറം, കേസിനപ്പുറം സമീപകാലത്ത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. നമുക്കറിയാം, തൊടുപുഴയിൽ 7 വയസ്സുള്ള കുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രൂരമായ മർദ്ദനം, അതിനുശേഷം കുട്ടി 10 ദിവസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തുകയായിരുന്നു. അതിനുശേഷമാണ് കുട്ടിയുടെ ജീവൻ വെടിയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇതൊരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആലുവയിൽ നിന്നും സ്വന്തം അമ്മയുടെ തന്നെ അതിക്രൂരമായ മർദ്ദനത്തിന് ഒരു കുട്ടി ഇരയായെന്നുള്ള വാർത്ത മെനഞ്ഞാന്ന് പുറത്തു വരുന്നത്. അതിനുശേഷം രാജഗിരി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും അമ്മ തന്നെ കള്ളം പറഞ്ഞത് സമൂഹ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ചതാണ്. അടുക്കളയിൽ നിന്നും വീണ് പരിക്കേറ്റാണ് കുട്ടിയെ ഇത്തരത്തിൽ മാരകമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നുള്ള കാര്യമാണ് അമ്മ ആദ്യം പറഞ്ഞിരുന്നത്. പോലീസ് പിന്നെ വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇവർ ഇവിടെ വർഷങ്ങളായി താമസിച്ചിരുന്നെങ്കിൽ പോലും ജാർഖണ്ഡ് സ്വദേശിനിയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് നിർണായകമായ പല വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നത്. അതായത് അനുസരണക്കേട് കാട്ടിയെന്ന് ആരോപിച്ചാണ് ഈ കുട്ടിക്ക് നേരെ അതിക്രൂരമായ മർദ്ദനം അടുക്കളയിൽ വെച്ച് ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ കുട്ടിയെ അമ്മ തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രി അധികൃതരോട് ഇവർ വ്യക്തമാക്കിയത് അടുക്കളയിൽ വെച്ച് വീണ് പരിക്കേറ്റെന്നുള്ള കാര്യമാണ്. പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അതിനുശേഷം ഇവരിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നു. ഇവർ തന്നെ ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നു. ഞാൻ തന്നെയാണ് എന്റെ കുട്ടിയെ ഇത്രയേറെ ക്രൂരമർദ്ദനത്തിരയാക്കിയെന്നുള്ള വിവരം ഇവർ പോലീസിനോട് പങ്കുവയ്ക്കുന്നു. അങ്ങനെ കേസിൽ നിർണായകമാകുന്നു. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം തെളിവെടുപ്പ് നടക്കുന്നു. ഏതായാലും ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് കുട്ടി ജീവനായിട്ട് സ്വന്തം ജീവൻ നിലനിർത്താനായി പോരാടുകയായിരുന്നു. 2 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് തുടരുക. ഇപ്പോൾ മിനിസ്റ്റർ കെ ശൈലജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. മിനിസ്റ്റർ, എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കിക്കൊണ്ട് ആ കുട്ടി യാത്രയായിരിക്കുന്നു. കുട്ടിയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ മിനിസ്റ്റർ, കേൾക്കാമോ? കുട്ടിയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എല്ലാ സാധ്യമായ വൈദ്യസഹായത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ജീവൻ നിലനിർത്താൻ ആയിട്ടില്ല. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം കൂടിയാണ് ഇത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതീവ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. ആ കുഞ്ഞിനെ അതിഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത് എന്നാണ് ആദ്യം തന്നെ അറിയാൻ കഴിഞ്ഞത്. ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അറിഞ്ഞ് ബന്ധപ്പെട്ടത് മുതൽ നിരന്തരമായി അവിടെ ഏറ്റവും നല്ല ചികിത്സ നൽകിക്കൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. മറ്റെവിടേക്കെങ്കിലും മാറ്റണമോ എന്ന് ആലോചിച്ചപ്പോൾ കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു വിദഗ്ധ സംഘത്തെ അങ്ങോട്ട് അയക്കുകയും അവിടെയുള്ള ഡോക്ടർ സണ്ണി അടക്കം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. അപ്പോ ഒരു ഓപ്പറേഷനും വിധേയമാക്കി. കുട്ടിയുടെ തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഡോക്ടർമാർ കണ്ട ഉടനെ തന്നെ ഇത് വീണിട്ടുള്ള പരിക്കല്ല, മർദ്ദനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന സംശയം തോന്നിയിട്ടാണ് പോലീസിനെയും ആരോഗ്യവകുപ്പിനെയും ഒക്കെ വിവരം അറിയിച്ചത്. ഞങ്ങൾ ഉടനെ തന്നെ ഇടപെട്ടു.
പക്ഷേ രക്ഷിക്കാൻ കഴിയാത്ത വിധം കുട്ടിയുടെ തലച്ചോറിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയും തലച്ചോറിന്റെ സ്ഥാനം തന്നെ മാറിയിരുന്നു എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാര് ഞാൻ ചോദിച്ചപ്പോൾ സംസാരിച്ചത്. അപ്പോ ആവുന്നതും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് ആ പിഞ്ചു പൈതലിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും എല്ലാം ഏറ്റെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പും തയ്യാറായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വീൽചെയറിൽ ഉൾപ്പെടുത്തി കുട്ടിക്ക് ഏതറ്റം വരെ ചികിത്സ വേണമെങ്കിലും കൊടുക്കാൻ ഗവൺമെന്റ് സന്നദ്ധമായിരുന്നു. അതുപോലെ തന്നെ കുട്ടിയുടെ ഭാവിയിലുള്ള പ്രൊട്ടക്ഷന്റെ കാര്യം പോലും ഇപ്പോഴേ ആലോചിച്ചിരുന്നു. കുടുംബാംഗങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് തെളിഞ്ഞാൽ കുഞ്ഞിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ആലോചിച്ചിരുന്നു. ഇതിലെ നമ്മൾ കാണേണ്ടത് ഗുരുതരമായ ശിക്ഷ ഈ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരിടം അവനവന്റെ വീടാണ്. അച്ഛന്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും വാത്സല്യമാണ് ഒരു കുട്ടി ഏറ്റവും നല്ലൊരു പൗരനായി വളർന്നു വരുന്നതിനാക്കുന്നത്. പ്രതികരിക്കാനാവാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ തങ്ങളുടെ അടിമകളെ പോലെ കരുതി പീഡിപ്പിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത കുറ്റകൃത്യം തന്നെയാണ് സമൂഹത്തില്. സ്വന്തം അച്ഛനോ അമ്മയോ ആയാലും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനുള്ള അവകാശമില്ല. മാനസികമായോ ശാരീരികമായോ അവരെ ദ്രോഹിക്കാനുള്ള അവകാശമില്ല. കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തങ്ങളുടെ എല്ലാ തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ ദേഷ്യമോ വികാരമോ വൃത്തികെട്ട സ്വഭാവമോ ഒക്കെ ഈ കുഞ്ഞിന്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. അത് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ നമുക്ക് സംവിധാനങ്ങളുണ്ട് ധാരാളമായിട്ട്. ഇപ്പൊ സാമൂഹ്യനീതി വകുപ്പ് പറയുന്നത് 1517 നമ്പറിൽ വിളിച്ചാൽ ഏത് സ്ഥലത്തും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ സംവിധാനം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. തണൽ എന്നുള്ള പേരിൽ ഈ ഗവൺമെന്റ് ഒരു പ്രത്യേക സംവിധാനം തന്നെ കുഞ്ഞുങ്ങളുടെക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് അയൽവക്കക്കാരും സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ്, ഇത് കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല. എവിടെയെങ്കിലും ഒരു കുട്ടി ആക്രമിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ സർക്കാരിന് വിവരം അറിയിക്കാനും തണലിൽ വിവരം അറിയിക്കാനും ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്നുള്ള ഇടപെടലുണ്ടാകും. നമുക്ക് നമ്മുടെ പിഞ്ചോമനകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് ഒരുപാട് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെടുക, ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുള്ള ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുക. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാം. കുറ്റവാളികൾക്കെതിരെ കർശന ശിക്ഷ തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അമ്മയോ അച്ഛനോ ഒക്കെ ആകുമ്പോൾ അതിന്റെ കാഠിന്യം കൂടണം. അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള വലിയ സന്ദേശം അതിലൂടെ കൊടുക്കാൻ കഴിയും. മിനിസ്റ്റർ, ഇവിടെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കുട്ടികളുടെ ജീവൻ എടുക്കുന്നത്. നമുക്ക് ആ വാർത്തകൾ അറിയുമ്പോൾ മാധ്യമങ്ങൾക്കാണെങ്കിൽ വാർത്ത നൽകാം, നമ്മുടെ സംവിധാനങ്ങൾ ഇടപെടുന്നുണ്ട്. ഈ കുട്ടിയുടെ കാര്യത്തിലും മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിധത്തിലുമുള്ള ഇടപെടൽ, ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കാനൊക്കെ കഴിഞ്ഞിട്ട് പോലും ജീവൻ രക്ഷിക്കാനാകാത്ത ഒരു സാഹചര്യമുണ്ട്. ജീവൻ എടുക്കണമെന്ന് ഉറപ്പിച്ച് ആക്രമണം നടന്നിരിക്കുന്നു പല തവണകളിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. അമ്മയോ അച്ഛനോ ഒക്കെ തന്നെയാണ് പ്രതിസ്ഥാനത്തെന്ന് വരുന്നത് കൊണ്ട് തന്നെ പുറം ലോകം പോലും ഇത്തരം ക്രൂരതകൾ അറിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെ കൂടുതൽ ജാഗ്രത നമുക്ക് ഈ വിഷയത്തിൽ പുലർത്താൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നു? സമൂഹം കൂടി ഉണർന്ന് പ്രവർത്തിക്കണം, ആ രീതിയിൽ ബോധവൽക്കരണം ഉണ്ടാകണം. അയൽവീട്ടിൽ എന്ത് നടക്കുന്നു എന്നത് മറ്റുള്ളവർ കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ തൊടുപുഴയിലെ അനുഭവം ഉണ്ടപ്പോൾ പോലും നമ്മൾ ചിന്തിച്ചിരുന്നതാണ്. ആ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതിൽ ഇപ്പൊ തന്നെ ഗവൺമെന്റ് പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ കുട്ടികൾക്കെതിരെ നിതാരിയിലെ കൂട്ടക്കൊലയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളെ കൊന്നു തള്ളി കുറെ കാലം കഴിയുമ്പോഴാണ് പലയിടത്തും വിവരം പുറത്തു വരുന്നത്. പക്ഷെ കേരളം കുറച്ചും കൂടി വിജിലന്റ് ആയതുകൊണ്ട് അപ്പോൾ വിവരം മാധ്യമങ്ങൾക്കും ലഭിക്കുന്നു, നമുക്കെല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. മറ്റ് പല സംസ്ഥാനങ്ങളിലും കൊന്നാലും കുഴിച്ചിട്ടാലും പൊള്ളിച്ചാലും അതുപോലെ മറ്റു രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയാലും എല്ലാം സഹിച്ച് പിഞ്ചോമനകൾ ഒടുങ്ങുകയാണ്. എന്നാൽ കേരളം കുറേയും കൂടി വിജിലന്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് കുറച്ചും കൂടി വിപുലമാക്കുന്നതിന് വേണ്ടി ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ, പുതിയ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ നിലവിൽ വന്നതിന് ശേഷം അഡ്വക്കേറ്റ് പി സുരേഷിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ്. 100 കണക്കിന് ക്ലാസുകൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ കൂട്ടായ്മകൾ നടത്തി കഴിഞ്ഞു. ഇങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാലാവകാശ കമ്മീഷൻ, ശിശുക്ഷേമ സമിതി തുടങ്ങിയ വിവിധ സമിതികൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പ് വലിയ തോതിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് കത്തയച്ചു വിട്ടിട്ടുള്ളത്. അതിന് NGOs, അതുപോലെ തന്നെ അധ്യാപകര്, സ്കൂളുകള്, ഇങ്ങനെ എല്ലാ മേഖലകളിലുള്ള ആളുകളുടെ സഹായവും
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വൻതോതിൽ ഈ സൊസൈറ്റിയുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ വരുന്ന കാലയളവിൽ ആ രീതിയിൽ തന്നെ വിപുലമായി നടത്തുന്നതിന് തീരുമാനിക്കുന്നു. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം ഒരു വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. പോലീസ് സേനയെ ഇപ്പോ ജനമൈത്രി പോലീസൊക്കെ ഉണ്ട്, അവരൊക്കെ വീടുകൾ കയറുന്ന സമയത്ത് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല കോണുകളിൽ നിന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് നല്ല അവയർനെസ് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ, ഞങ്ങളോട് ഇത്രയധികം സമയം ചെലവഴിച്ചതിന്. അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. ഒപ്പം തന്നെ മതിയായ ശിക്ഷ ഉറപ്പാക്കണം എന്നും ആവശ്യപ്പെടുന്നു. ഒപ്പം ബോധവൽക്കരണ പരിപാടികൾ ബാലാവകാശ കമ്മീഷന്റെയും മറ്റും നേതൃത്വത്തിൽ കൂടുതൽ സജീവമാക്കും എന്നുകൂടി മിനിസ്റ്റർ പറയുകയാണ്. ഏതായാലും അല്പം മുമ്പാണ് ഡോക്ടർമാർ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. 3 അംഗ മെഡിക്കൽ സംഘം കുട്ടിയുടെ ചികിത്സയ്ക്കായും മേൽനോട്ടത്തിനായും നിയോഗിച്ചിരുന്നു. എല്ലാ ശ്രമങ്ങളും പക്ഷേ വിഫലമായിരിക്കുകയാണ്. കുട്ടിയുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ നിന്നും SS ശരൺ വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ്. ശരൺ, കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണ് ഉണ്ടാവുക. മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. ബന്ധുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കാനാകുമോ തീരുമാനമെടുക്കുക? കുട്ടിയുടെ അച്ഛൻ അമ്മയോടൊപ്പം തന്നെ കുട്ടിയുടെ സംരക്ഷണത്തിൽ ഉത്തരവാദിത്തമുള്ള ആളാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് പോലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിതാവിനെതിരെയും കേസും നടപടികളും ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു വിവരം തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. അതായത് അച്ഛൻ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛനെതിരെയും അത് കണ്ടുനിന്നതിന്റെ പേരിൽ കേസ് എടുക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും എടുത്തു പറയേണ്ട കാര്യം അമ്മയെ സംബന്ധിച്ചാണ്. അതായത് അമ്മയ്ക്കെതിരെ വധശ്രമത്തിനും ഒപ്പം തന്നെ സംരക്ഷണ നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. അവരെ ഇന്നലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും കുട്ടിയുടെ മരണത്തോടുകൂടി തന്നെ വധശ്രമം മാറ്റി കൊലപാതക കുറ്റം ചുമത്തുമെന്നുള്ളൊരു ഏറ്റവും പുതിയ വിവരം തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ആ അത്തരത്തിലുള്ള നീക്കവുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിൽ, അതായത് ഇപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നുമായി ചികിത്സയിലുണ്ടായിരുന്ന കുട്ടി ഇന്ന് 9:30 മരിച്ചു. 9:25 മരിച്ചു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ കുട്ടിയുടെ മരണത്തോട് തന്നെ ബാക്കി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലോട്ട് കടക്കേണ്ടതുണ്ട്. ആ നടപടികളോട്ടും ആശുപത്രി അധികൃതർ ഉടൻ തന്നെ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെനഞ്ഞാന്നാണ് കുട്ടിയെ രാജഗിരി ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത് തലച്ചോറിന്റെ നില പൂർണ്ണമായി തന്നെ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും തന്നെ നിലച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അതിനുശേഷം അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ശസ്ത്രക്രിയയിൽ ചില പ്രതീക്ഷകൾ ഡോക്ടർമാർ വച്ചുപുലർത്തിയതെങ്കിൽ പോലും ശസ്ത്രക്രിയ പൂർത്തിയാതുകൂടി ഡോക്ടർമാർ വ്യക്തമാക്കിയെന്ന് പറയുന്നത് ശസ്ത്രക്രിയയിലൂടെ തലച്ചോറിന്റെ പല ഭാഗങ്ങളിലും രക്തം കട്ട പിടിച്ചിരുന്നത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ മാറ്റം അല്ലെങ്കിൽ മെച്ചപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് ഡോക്ടർമാർ പ്രധാനമായും പങ്കുവച്ചത്. അടിയന്തരമായി തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായി. ശിശു സംരക്ഷണ വകുപ്പ് തന്നെ അത്തരത്തിൽ കുട്ടിയുടെ ചികിത്സാ ചെലവടക്കം ഏറ്റെടുക്കുകയും ചെയ്തു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം രൂപീകരിക്കപ്പെട്ടിരുന്നു. അതായത് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ സംഘം രൂപീകരിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ സംഘം ഇന്നലെ ഇവിടെ എത്തി വിശദമായി തന്നെ കുട്ടിയെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആശാവഹമായ ഒരു കാര്യം പോലും തന്നെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുമില്ല. കാരണം ഏതെങ്കിലും രീതിയിലുള്ള പ്രതീക്ഷ വച്ചു പുലർത്താമോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്ന സാഹചര്യത്തിൽ, പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് മെഡിക്കൽ സംഘം വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഇപ്പോൾ കുട്ടിയുടെ മരണം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസായി ഇത് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, മെനഞ്ഞാന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അമ്മ കള്ളം പറഞ്ഞാണ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നതും ചികിത്സയ്ക്ക് വിധേയമാക്കുന്നതും. അടുക്കളയിൽ വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രി അധികൃതരോട് വ്യക്തമാക്കിക്കൊണ്ടാണ് ചികിത്സയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുകയും ചെയ്തത്. എന്നാൽ ഡോക്ടർമാർ തന്നെ പിന്നീട് അച്ഛനും അമ്മയോടും ഇക്കാര്യം പറയുകയും അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തപ്പോൾ അത് താമസിപ്പിച്ചതായും, അതായത്
അതായത് അങ്ങനെ ഒരു ശസ്ത്രക്രിയ അടിയന്തരമായി നടത്താൻ ധനസമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് താമസിപ്പിച്ചതായിട്ടും വൈകിപ്പിച്ചതായിട്ടുള്ള ഒരു വിവരവും ഇന്നലെ ഡോക്ടർമാർ തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും അത് കഴിഞ്ഞിട്ട് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചെങ്കിൽ പോലും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടാത്തത് വീണ്ടും പ്രതിസന്ധിയായി മാറുകയായിരുന്നു. മറ്റവയവങ്ങളുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുന്നത് തന്നെയാണ് വലിയ പ്രതിസന്ധി ആയി മാറിയത്. അതിനുശേഷമാണ് ഡോക്ടർമാരുടെ വിദഗ്ധമായ ചികിത്സ നൽകിയെങ്കിലും വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ഇപ്പോൾ യുനിസെഫ് സൗത്ത് ഇന്ത്യ ഹെഡ് ജോബ് സഖറിയ നമ്മോടൊപ്പം ടെലിഫോൺ ചേരുകയാണ്. ശ്രീ ജോബ് സഖറിയ, കേരള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. പെറ്റമ്മയുടെ അടിയേറ്റ് തന്നെ ഒരു കുട്ടിയുടെ മരണം ഉണ്ടാവുക എന്നത്. അത് 3 വയസ്സ് മാത്രം പ്രായമായ കുട്ടിയുടെ മരണം. എല്ലാവിധ സാഹചര്യങ്ങൾ ഒരുക്കി ചികിത്സ നടത്തിയിട്ട് പോലും രക്ഷിക്കാനാകാത്ത വിധം വലിയ പരിക്ക് ഒരു അമ്മ കുട്ടിക്ക് ഏൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ താങ്കൾ കാണുന്നത്? വളരെ തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ കേരളത്തില് കൂടി വരുന്നുണ്ടോ എന്നാണ് നമുക്ക് നമ്മൾ കൂടി വരുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത്തരം സംഭവങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന നേരത്ത് ഒരുപാട് നമ്മൾ മാധ്യമങ്ങളിൽ അതിന്റെ ശ്രദ്ധ ആകർഷിക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ വേറൊരു കേസിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? അതായത് ഇതിലിപ്പോ ഈ പ്രത്യേക സംഭവത്തില് അവിടെ ഒരു കുട്ടി ഏറ്റവും സേഫ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന 2 സ്ഥലങ്ങളാണ് സ്കൂളും വീടും. ആ വീട്ടിൽ തന്നെ ഇതേപോലെ ആ കുട്ടിക്ക് സുരക്ഷിതത്വം ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പൊ എങ്ങനെ ഇത്തരം സംഭവങ്ങളെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? എന്തൊക്കെ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം നമുക്ക് വീടുകളിലും അതേപോലെ തന്നെ സ്കൂളുകളിലും അതുപോലെ പബ്ലിക് പ്ലേസുകളിലും എങ്ങനെ കുട്ടിയെ സംരക്ഷിക്കുന്ന, എപ്പോഴും നമ്മൾ പറയുന്നത് കുട്ടി ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ ഒരു കുടുംബത്തിന്റെ മാത്രം ഒരു സ്വത്തല്ല, അത് രാജ്യത്തിന്റെ തന്നെ ഒരു സ്വത്തും ഭാവിയുമാണ്. അപ്പൊ ഒരു രാജ്യത്തിന് തന്നെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള കടമയുണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഇത്തരം സംഭവങ്ങളെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും, എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നതിലാണ് ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശ്രീ ജോബ് സഖറിയ, നമുക്ക് കുട്ടികളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും ഒക്കെയായി ധാരാളം നിയമങ്ങൾ ഉണ്ട്. അതിൽ ഉള്ളപ്പോൾ തന്നെയും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ വർധനയായിരിക്കാം. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും സംഭവങ്ങൾ നടക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അത് 2 സംഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, റിപ്പോർട്ടിംഗ് സംഭവിക്കുന്നത് പോലെ തന്നെ ഇത്തരം ഇൻസിഡൻസും കൂടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2007 WCD സ്റ്റഡി അനുസരിച്ച് ഏകദേശം 65% കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പീഡനം സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 53% കുട്ടികൾക്ക്, 53 തെറ്റല്ല ഞാൻ പറയുന്നത്, 53% കുട്ടികൾ ഇന്ത്യയിലെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ വളരെ ഭയാനകമായ ഒരു കണക്കാണ്. അപ്പൊ അതിൽ വളരെ ചെറിയൊരു ശതമാനം നമ്മുടെ നിയമങ്ങൾ പര്യാപ്തമല്ല എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? നമ്മുടെ നിയമങ്ങൾ വളരെ സശക്തമാണ്. പക്ഷെ ആ നിയമങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇതേപോലെയുള്ള ഈ ലൈംഗിക പീഡനം നടന്നവർ, ലൈംഗിക പീഡനം നമുക്ക് ഒരു അറിവുള്ള ഒരാള് അത് പോലീസിൽ പറഞ്ഞില്ലെങ്കിൽ അയാളെ 6 മാസം വരെ ശിക്ഷിക്കാവുന്ന വളരെ സുശക്തമായ നിയമങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ നിയമങ്ങൾക്ക് ഉപരിയായിട്ട് ഇപ്പോ എല്ലാ ഗ്രാമങ്ങളിലും വില്ലേജ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി, അതായത് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി ഓരോ ഗ്രാമത്തിലും ഒരു വില്ലേജ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി വേണമെന്നാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. പക്ഷെ അത്തരം സിസ്റ്റംസ് ഇപ്പൊ ഈ പറഞ്ഞ വീടുകളിലെ ആ കുട്ടി സുരക്ഷിതമാണോ അങ്ങനെയൊക്കെ നോക്കാനും അതിനു വേണ്ടിയുള്ള പ്രിവെന്റീവ് ആക്ഷൻ എടുക്കാനാണ് ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി. അപ്പൊ അത്തരം സംവിധാനങ്ങൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിയമങ്ങളുടെ യാതൊരു കുറവുമില്ല, നിയമങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനുള്ളതിനാണ് നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഈ ബുള്ളറ്റിൻ അവസാനിപ്പിക്കേണ്ട സമയമായതിനാൽ ഞാൻ ഇടപെടുകയാണ്. വരും ബുള്ളറ്റിനുകളിൽ കൂടി താങ്കളെ ബന്ധപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശസ്ത്രക്രിയ നടത്താൻ കഴിയുമെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിരുന്നില്ല. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. അല്പം മുമ്പാണ് ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചത്.